പത്തനംതിട്ട ഓമല്ലൂരിലെ വൃദ്ധസദനത്തിൽ കുട്ടിക്ക് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസ് കേസ്. വൃദ്ധസദനത്തിലെ മാനേജർ റിജി, ജീവനക്കാരൻ സിജോ, ബെന്നി എന്നിവർക്കെതിരെയാണ് കട്ടപ്പന പോലീസ് കേസെടുത്തത്. 17 വയസ്സുള്ള കുട്ടിയെ ബാലവേല ചെയ്യിപ്പിച്ചുവെന്നും മർദ്ദിച്ചുവെന്നും ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ പരിശോധനയിൽ കണ്ടെത്തി. PS വിഷ്ണു വിവരങ്ങളുമായി ചേർന്നു. വിഷ്ണു, ഇതെന്താണ് കേസ്? പത്തനംതിട്ട ഓമല്ലൂരിലാണ് സംഭവം ഉണ്ടാകുന്നത്. ഈ പറയുന്ന 17 വയസ്സുള്ള കുട്ടിയെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഓമല്ലൂർ ഓൾഡ് ഏജ് ഹോമിൽ എത്തിക്കുകയായിരുന്നു. കട്ടപ്പന സ്വദേശികളായ കുട്ടികളെയായിരുന്നു ഇവിടെ എത്തിച്ചിരുന്നത്. പക്ഷേ പഠിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എത്തിക്കുകയും പക്ഷേ ഇവരെ ഈ പറയുന്ന അധ്യയന വർഷം ആരംഭിച്ചിട്ട് പോലും പഠനത്തിലേക്ക് വിടാനുള്ള ഒരു നടപടി ഓൾഡ് ഏജ് ഹോമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. തുടർന്ന് ഈ വിദ്യാർത്ഥികൾ പഠിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ ഈ പറയുന്ന കുട്ടികളെ ഉപദ്രവിക്കുകയായിരുന്നു എന്നാണ് ആരോപണം ഉയരുന്നത്. കഴിഞ്ഞ ദിവസം കുട്ടികളെ കെട്ടിയിട്ട് വാ മൂടിക്കെട്ടി ചൂരലിനടിച്ചു എന്ന ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി രക്ഷപ്പെട്ടിരുന്നു. ആ കുട്ടിയാണ് തന്റെ വീട്ടിലേക്ക് തിരിച്ച് എന്നുകൊണ്ട് ഈ പരാതി പറയുന്നതും തുടർന്ന് ചൈൽഡ് ലൈനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത്. ഏതായാലും 4 മാസങ്ങൾക്ക് മുൻപാണ് ഈ കുട്ടികളെ ഇവിടെ എത്തിക്കുന്നത്. ഇവിടെ എത്തിച്ചതിനെ തുടർന്ന് പഠിപ്പിക്കാം എന്ന് പറയുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എത്തിച്ച കുട്ടികളെ ഇവിടുത്തെ ജോലി വേലാദികളും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വിടുകയായിരുന്നു. പഠനവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധ നടപടിയും ഈ പറയുന്ന ഓർഫനേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് കുട്ടികൾ ഉൾപ്പെടെ ആൾക്കാർ ഉന്നയിക്കുന്ന പരാതി. ശരി വിഷ്ണു, ഇത് ആര് നടത്തുന്ന വൃദ്ധസദനമാണ്? സഭയുടെ കീഴിലുള്ള വൃദ്ധസദനമാണ്. ഈ സഭയുടെ കീഴിലുള്ള വൃദ്ധസദനം കേരളത്തിലെ പല ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഈ പലതരത്തിലുള്ള ചാരിറ്റി കാര്യങ്ങൾ ഉൾപ്പെടെ ചെയ്യുന്നു എന്ന വിഷ്ണു, ഏത് സഭയുടെ കീഴിലാണ്? ശരി, സിജോ, ബെന്നി എന്നിവർക്കെതിരെയാണ് കട്ടപ്പന പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. 17 വയസ്സുകാരനെ പഠിപ്പിക്കാം എന്ന വാഗ്ദാനം ചെയ്ത് പത്തനംതിട്ട ഓമല്ലൂരിലുള്ള വൃദ്ധസദനത്തിൽ എത്തിച്ച് ക്രൂരമർദ്ദനത്തിനിരയാക്കുകയും ബാലവേല ചെയ്യിപ്പിക്കുകയും ചെയ്തു എന്നാണ് കേസ്. ഇപ്പോൾ മന്ത്രി ബിന്ദു കൃഷ്ണ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? തീർച്ചയായും ഇന്നലെ തന്നെ ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ ഇടപെട്ട് കർശന നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകുകയും കുട്ടിയുമായും അമ്മയുമായും ഇന്ന് സംസാരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അവിടെ ഈ കുട്ടിയുടെ അമ്മ ഇന്ന് പറഞ്ഞതനുസരിച്ച് മറ്റു കുട്ടികളും അത്തരത്തിൽ സമാനമായ അനുഭവം നേരിടുന്നതായി സൂചന ലഭിച്ചു. അതടക്കമുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട മറ്റു വകുപ്പുകളുമായിട്ട് യോജിച്ചുകൊണ്ട് തന്നെ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം ഒഴിവാക്കാനുള്ള കർശന നടപടിയെടുക്കും. മിനിസ്റ്റർ, ഇതൊരു ചൈൽഡ് ഹോം അല്ല, ഇതൊരു വൃദ്ധസദനമാണെന്ന് പറയുന്നു. സാമൂഹ്യ സുരക്ഷാ വകുപ്പിന്റെ അംഗീകാരമോ ഇതിനുണ്ടോ ഇത് പരിശോധിക്കും? ബന്ധപ്പെട്ട വകുപ്പ് യോജിച്ചെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ശരി, നന്ദി മിനിസ്റ്റർ ഈ വാർത്തകൾ പ്രതികരിച്ചത്.